ഹായ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മാളിലോ പള്ളിയിലോ വെച്ച് നിങ്ങളുടെ കുട്ടി തറയിൽ മലർന്നു കിടന്ന് അലറിക്കരയുകയാണ്. ചുറ്റുമുള്ളവർ നിങ്ങളെ നോക്കുന്നു. എന്തൊരു വാശിയാണിത്, എൻ്റെ വളർത്തലിൻ്റെ കുഴപ്പമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഈ സീൻ വളരെ പരിചിതമാണ്. ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, ഇത് നമ്മുടെ തെറ്റല്ല. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നിങ്ങളോ കുട്ടിയോ ഒരിക്കലും ദേഷ്യപ്പെടാതെ വെറും 5 മിനിറ്റിനുള്ളിൽ കുട്ടിയെ എങ്ങനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ടെക്നിക്കാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ടാൻട്രംസ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബ്രെയിനിലെ ഇമോഷൻ ബട്ടണായ അമിഗ്ഡാല പൂർണ്ണമായും സജീവമാണ്. എന്നാൽ ഇതിനെ നിയന്ത്രിക്കേണ്ട കൺട്രോൾ ബട്ടണായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് 5 വയസ്സ് വരെ പൂർണ്ണമായും വികസിച്ചിട്ടില്ല. അതുകൊണ്ട് വിശപ്പോ ക്ഷീണമോ ഫ്രസ്ട്രേഷനോ വരുമ്പോൾ അവർ അറിയാതെ പൊട്ടിത്തെറിക്കുകയാണ്. ഇതൊരു നോർമൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മാത്രമാണ്. പ്രധാനമായും 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ ടാൻട്രംസ് ഉണ്ടാകുന്നത്. ഒന്നാമതായി വിശപ്പ് അല്ലെങ്കിൽ ക്ഷീണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണിത്. രണ്ടാമതായി ഫ്രസ്ട്രേഷൻ, കളിപ്പാട്ടം വർക്ക് ചെയ്യാത്തത് പോലുള്ള കാരണങ്ങൾ. മൂന്നാമത് അറ്റൻഷൻ, ശ്രദ്ധ കിട്ടാൻ വേണ്ടി. നാലാമത്തേത് സെൻസറി ഓവർലോഡ്, കൂടുതൽ ശബ്ദം, വെളിച്ചം, പുതിയ വസ്ത്രം. പ്രത്യേകിച്ച് സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികളിൽ ഇത് കൂടുതലായി കാണുന്നു. കുട്ടി കരയുന്നത് ഇതിൽ ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ 80% പ്രശ്നം അവിടെ തീർന്നു. ഇനി ഞാൻ പറയുന്ന 5 സ്റ്റെപ്പുകൾ കൂടി ഫോളോ ചെയ്താൽ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ കുട്ടിയെ കാമാക്കി മാറ്റാം. സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റേ ലോ, സ്ലോ ആൻഡ് ക്വയറ്റ്. കുട്ടി കരയുമ്പോൾ നിങ്ങൾ കുട്ടിയുടെ കണ്ണുകളുടെ ലെവലിൽ മുട്ടുകുത്തിയിരിക്കുക. നിങ്ങളുടെ ശബ്ദം വളരെ ശാന്തമാക്കി അവരോട് സംസാരിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, വാലിഡേറ്റ് ദ ഫീലിംഗ്. കുട്ടിയോട് പറയുക, നീ വളരെ ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. ഒരിക്കലും കരച്ചിൽ നിർത്ത് എന്ന് നമ്മൾ അവരോട് പറയരുത്. സ്റ്റെപ്പ് നമ്പർ 3, കോ റെഗുലേറ്റ്. നിങ്ങൾ തന്നെ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ശ്വാസമെടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ശാന്തത കുട്ടിയിലേക്ക് കൂടി എത്തിക്കാൻ നോക്കുക. സ്റ്റെപ്പ് നമ്പർ 4, ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. ഇതൊരു ഗെയിം പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 5 കാര്യങ്ങൾ കാണുക. ഞാൻ ആ ചുവന്ന പന്ത് കാണുന്നു, നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുക. അതുപോലെ 4 കാര്യങ്ങളിൽ തൊടുക. നിൻ്റെ കൈ ഇപ്പോൾ എന്തിനാണ് തൊടുന്നത് എന്നൊക്കെ ചോദിക്കുക. 3 കാര്യങ്ങൾ കേൾക്കുക. പുറത്തുള്ള പക്ഷിയുടെ ശബ്ദം, വാഹനങ്ങളുടെ ശബ്ദം, അതൊക്കെ കേൾക്കാൻ പറയുക. അടുത്തതായി 2 കാര്യങ്ങൾ മണക്കാൻ പറയുക. ഉദാഹരണത്തിന് അമ്മയുടെ പൗഡറിൻ്റെ മണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മണം നിനക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അടുത്തതായി ഒരു കാര്യം രുചിക്കാനും പറയുക. നിനക്കല്പം വെള്ളം തരട്ടെ, നമുക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അവസാനത്തെ സ്റ്റെപ്പാണ് ഓഫർ എ ചോയ്സ്. കുട്ടി ശാന്തമായി വരുമ്പോൾ നിനക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം വേണോ, അതോ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ കുട്ടി ദിവസവും 5-ൽ കൂടുതൽ തവണ ഇത്തരത്തിലുള്ള പിടിവാശി വരുന്നുണ്ടോ, അല്ലെങ്കിൽ തല ചുമരിൽ ഇടിപ്പിക്കുകയോ സ്വയം ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു സെൻസറി ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ ഓട്ടിസം, ADHD പോലുള്ളയുടെ ഒരു പ്രാരംഭ ലക്ഷണവുമാകാം. അതുകൊണ്ട് വൈകാതെ തന്നെ RCI അപ്രൂവ്ഡായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക. ഇനി നമ്മൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ചില തെറ്റുകൾ കൂടി നോക്കാം. ഒന്നാമത്തത്, കുട്ടി വാശി കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ചു കുട്ടിയോട് അതുപോലെ ചൂടാവുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കുക. അത് അവരൊരു ബ്രൈബായിട്ടാണ് കണക്കാക്കുക. അല്ലെങ്കിൽ കുട്ടിയെ പൂർണ്ണമായും അവഗണിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാൻ കൂടി സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ടാൻട്രം കഴിഞ്ഞ ഉടനെ കുട്ടിയെ ചേർത്ത് പിടിച്ച് നീ ശാന്തനായത് വളരെ നല്ല കാര്യമാണ്, അമ്മ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുക. ഇത് കുട്ടിയുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് കുട്ടികളുടെ ഈ പിടിവാശിയൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു PDF ട്രാക്കർ ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ വൈകാതെ ഉൾപ്പെടുത്തുന്നതാണ്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.